ആ മഹിഷി നിഗ്രഹത്തിന് മുമ്പായി ഭഗവാൻ ഈ പുലിപ്പാൽ തേടി നടന്ന ക്ഷീണത്തിൽ ഈ കാണുന്ന പുത്തൻ വീട്ടിലേക്ക് എത്തി എന്നാണ്. അവിടെ ഒരു പ്രായമായിട്ടുള്ള ഒരു മുത്തശ്ശി മാത്രമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ ഇവിടെ കിടന്നോട്ടെ, ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉറങ്ങിക്കോട്ടെ എന്ന് ആ മുത്തശ്ശിയോട് അനുവാദം ചോദിച്ചു എന്നാണ്. അപ്പോൾ മുത്തശ്ശി വളരെയധികം ഭയത്തോടു കൂടി പറഞ്ഞു, അത്ര കുട്ടി, നിനക്ക് ഉറങ്ങുന്നതിലൊന്നും എനിക്ക് യാതൊരു തടസ്സവും ഇല്ല, പക്ഷേ ഇവിടെ വലിയ ഭീമാകാരയായിട്ടുള്ളൊരു രാക്ഷസി, ഒരു എരുമയുണ്ട്. ആ എരുമ ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. അത് പുറത്ത് വന്ന് നിന്നെ കുത്തും. അതുകൊണ്ട് നീ പുറത്ത് കിടക്കണ്ട, അകത്ത് കയറി കിടന്നോളൂ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും പേടിക്കേണ്ട മുത്തശ്ശി, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം, എന്നെ ആരും തന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ രാവിലെ എണീറ്റ് പൊക്കോളാം, ഞാൻ ഇവിടെ കിടന്നോളാം, എനിക്ക് അത്രയധികം ക്ഷീണമുണ്ട്, ഉള്ളിലേക്ക് കയറാനൊന്നും സാധിക്കില്ല, ഞാൻ ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ ഉറങ്ങിയെന്നാണ്. മുത്തശ്ശി രാത്രി ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ അലർച്ചകളും കരച്ചിലുകളൊക്കെ കേട്ടു എന്നാണ് ആ കഥയിൽ പറയുന്നത്. രാവിലെ ഈ വാതിൽ തുറന്ന സമയത്ത് അവിടെ ഭഗവാന്റെ വാള് കഴുകി സൂക്ഷിച്ച് അവിടെ വെച്ചിരുന്നു എന്നാണ്. ഒപ്പം ഒരു ഭസ്മസഞ്ചിയും ഒരു ഓലയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത്ര.